നമ്മളിന്ന് ഒന്നാം വർഷ അക്കൗണ്ടൻസിയിലെ ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന 6ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നത്. അക്കൗണ്ടിംഗ് പ്രവർത്തനങ്ങളിൽ, അക്കൗണ്ടിംഗ് പ്രോസസ്സിൽ ഏറ്റവും ആദ്യമായിട്ട് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതും അതിനുശേഷം ഈ ട്രാൻസാക്ഷൻസ് ലെഡ്ജറിലേക്ക് മാറ്റി തരംതിരിച്ചെഴുതുന്നതും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് 6ാമത്തെ ചാപ്റ്ററിൽ. ആദ്യമായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത് ജേണലിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. അക്കൗണ്ടിംഗ് റൂൾസ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾസ് പ്രകാരം ഓരോ ട്രാൻസാക്ഷൻ്റെയും ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ച് നിങ്ങൾ ജേണലിൽ രേഖപ്പെടുത്തുന്നു. പിന്നീട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ലെഡ്ജറിലുള്ള ഓരോ അക്കൗണ്ടുകളിലേക്ക് ഈ ട്രാൻസാക്ഷൻ വീണ്ടും രേഖപ്പെടുത്തുന്നു, തരംതിരിച്ച് രേഖപ്പെടുത്തുന്നു. അങ്ങനെ ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതിനെ നമ്മൾ എന്താ പറയുക? പോസ്റ്റിംഗ് എന്നും പറയുന്നു, അല്ലേ? ഓക്കെ. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും, ജേണലിൽ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതും പിന്നീട് ആ ട്രാൻസാക്ഷൻസ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതും നിങ്ങൾ വിശദമായിട്ട് 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു, അല്ലേ? ഓക്കെ. ഇനി അക്കൗണ്ടിങ്ങിലെ അടുത്ത പ്രോസസ്സ് എന്താണ്? അടുത്ത പ്രോസസ്സാണ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് തയ്യാറാക്കുക. ഓക്കെ. അപ്പോൾ ട്രയൽ ബാലൻസ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അക്കൗണ്ടിങ് പ്രവർത്തനത്തിൽ ആദ്യം നമ്മൾ ജേണലിൽ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തണം. പിന്നീട് ആ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം. എന്നിട്ട് വർഷാവസാനമാണ് സാധാരണ എന്ത് പ്രിപ്പയർ ചെയ്യുക? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. ചില സ്ഥാപനങ്ങൾ മാസാവസാനം തയ്യാറാക്കാറുണ്ട്. പക്ഷേ സാധാരണ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും വർഷ അവസാനത്തിലാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുക എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്താണ് ട്രയൽ ബാലൻസ്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതൊരു അക്കൗണ്ട് അല്ല. എന്താണ്? സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻട്രി ഒന്നും പാസ് ചെയ്തിട്ട് തയ്യാറാക്കുന്നതല്ല. നമ്മൾ കുറച്ച് ഐറ്റംസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എഴുതുന്നു. എന്ത് ഐറ്റംസ് അവിടെ കാണിക്കുക? ഷോസ് ലിസ്റ്റ് ഓഫ് ലെഡ്ജർ ബാലൻസസ്. ഓരോ അക്കൗണ്ടിലെയും ലെഡ്ജർ അക്കൗണ്ടിലുള്ള ബാലൻസ് കാണിക്കുന്നു. അല്ലെങ്കിൽ ഇറ്റ് ഷോസ് ടോട്ടൽ ഓഫ് ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ്. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ടിലെ ബാലൻസുകളോ അല്ലെങ്കിൽ ടോട്ടൽ ഡെബിറ്റ്, ടോട്ടൽ ക്രെഡിറ്റ്, ഇത് കാണിച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ട്രയൽ ബാലൻസ്. അതെന്തിനാണ് ആ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്? ഇൻ ഓർഡർ ടു ചെക്ക് ദ arithmetical accuracy. So trial balance is a statement showing the balances or totals of debit and credit of all accounts in the ledger with a view to verify the arithmetical accuracy. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ ലെഡ്ജറിലുള്ള എല്ലാ അക്കൗണ്ടുകളിലും, അല്ലേ, അവിടെ ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവും, സാലറി അക്കൗണ്ട് ഉണ്ടാവും, അതുപോലെ എക്സ്പെൻസുകളുടെയും ഇൻകത്തിൻ്റെയും ഒക്കെ അക്കൗണ്ടുകൾ ഉണ്ടാവും, അല്ലേ? എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസ് എടുക്കുന്നു. ഒന്നുകിൽ ബാലൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? എല്ലാ ലെഡ്ജർ അക്കൗണ്ടിലെയും ടോട്ടൽ ഡെബിറ്റും ടോട്ടൽ ക്രെഡിറ്റും. നിങ്ങൾക്കറിയാം, ഒരു അക്കൗണ്ടിന് ഒരു ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും, അല്ലേ? ഓക്കെ. അപ്പോൾ ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എടുക്കുക, ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എടുക്കുക. ഓക്കെ. ഇത് കാണിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതെന്തിനാണ് തയ്യാറാക്കുന്നത്? വിത്ത് എ വ്യൂ ടു വെരിഫൈ ദ അരിത്മെറ്റിക്കൽ ആക്യുറസി. സംഖ്യാപരമായ കൃത്യത. അരിത്മെറ്റിക്കൽ ആക്യുറസി എന്ന് പറയുമ്പോൾ സംഖ്യാപരമായിട്ടുള്ള കൃത്യത. അപ്പോൾ നമ്മൾ ചെയ്ത കണക്കുകളുടെ ലെഡ്ജറിൻ്റെ കൃത്യത പരിശോധിക്കാനായിട്ട് നമ്മൾ ഈ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻ്റാണെന്ത്? ട്രയൽ ബാലൻസ്. അങ്ങനെ അത് കൃത്യത പരിശോധിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്? ഒന്നുകിൽ ഓരോ അക്കൗണ്ടിലെയും ബാലൻസസ് എടുക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ഡെബിറ്റും ടോട്ടൽ ക്രെഡിറ്റും എടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്? ട്രയൽ ബാലൻസ്. ഓക്കെ. അപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി ഈ കാര്യം നിങ്ങൾ പഠിക്കണം. എന്താണ് ട്രയൽ ബാലൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ട്രയൽ ബാലൻസ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ ബാലൻസസ്. ഒന്നുകിൽ ബാലൻസസ് ആവാം, അല്ലെങ്കിലോ ഓർ ടോട്ടൽസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഓരോ അക്കൗണ്ടിലുള്ള ടോട്ടൽ എത്ര ഡെബിറ്റ് ചെയ്തു, ടോട്ടൽ എത്ര ക്രെഡിറ്റ് ചെയ്തു, എത്ര എമൗണ്ടിന് ഡെബിറ്റ് ചെയ്തു, എത്ര എമൗണ്ടിന് ക്രെഡിറ്റ് ചെയ്തു, മൊത്തം. ഓക്കെ. ഒരു വർഷമാണെങ്കിൽ ആ ഒരു വർഷത്തിൽ മൊത്തം എത്ര രൂപയ്ക്ക് ക്രെഡിറ്റ് ചെയ്തു, എത്ര രൂപയ്ക്ക് ഡെബിറ്റ് ചെയ്തു.
അല്ലെങ്കിൽ ആ ഡെബിറ്റും ക്രെഡിറ്റും തമ്മിലുള്ള വ്യത്യാസം, അതിനാണ് എന്ത് പറയുക, ബാലൻസ്. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്ന് കാണിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തിനു വേണ്ടി, വിത്ത് എ വ്യൂ, എന്തുദ്ദേശത്തോടു കൂടി, ടു വെരിഫൈ ദ അരിത്മെറ്റിക്കൽ ആക്യുറസി, സംഖ്യാപരമായ കൃത്യത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ഈ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒബ്ജക്റ്റീവ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത് എന്തെല്ലാം ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ്, എന്തെല്ലാം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ ആവശ്യം ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? എന്തിനാണ്? ടു ചെക്ക് ദ അരിത്മെറ്റിക്കൽ ആക്യുറസി, സംഖ്യാപരമായിട്ട് നമ്മൾ കണക്കെഴുതിയതൊക്കെ ശരിയാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് എന്ത് പറയാം, ടു അസർട്ടൈൻ ദ അരിത്മെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. നമ്മൾ തയ്യാറാക്കിയ ലെഡ്ജർ അക്കൗണ്ട് എത്രത്തോളം അതിന് സംഖ്യാപരമായിട്ട് കൃത്യതയുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിലെ ആദ്യത്തെ ലക്ഷ്യം. ഓക്കെ, ദെൻ രണ്ടാമത്തെ എന്താണ്, ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. ലൊക്കേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എറേഴ്സ്, തെറ്റുകൾ കണ്ടെത്തുക എന്നുള്ളത്. രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്, തെറ്റുകൾ ലൊക്കേറ്റ് ചെയ്യുക, കണ്ടെത്തുക. എങ്ങനെ കണ്ടെത്തുക? നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുമ്പോൾ, അത് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും, ട്രയൽ ബാലൻസിന് രണ്ട് സൈഡ് ഉണ്ടാവും. ഈ രണ്ട് സൈഡിൻ്റെയും എമൗണ്ട് തുല്യമാകണം. ആ തുല്യമാകുമ്പോഴാണ് നമ്മൾ അരിത്മെറ്റിക്കൽ ആക്യുറസി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. സപ്പോസ് നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കിയിട്ട് ഈ രണ്ട് സൈഡും തമ്മിൽ തുല്യമായില്ല എങ്കിൽ അതെന്താ അർത്ഥമാക്കുന്നത്, എവിടെയോ എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ മിസ്റ്റേക്സ് എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും, അല്ലേ? അപ്പോൾ ട്രയൽ ബാലൻസ് എന്തിന് സഹായിക്കുന്നു, എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ആദ്യം അരിത്മെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. രണ്ടാമത് എന്താണ്, ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. ഇനി മൂന്നാമതൊരു ലക്ഷ്യം കൂടിയുണ്ട്. എന്താണ്? അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ജേണൽ തയ്യാറാക്കുന്നു, പിന്നെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം വർഷാവസാനം ഇപ്പോൾ പറയുന്ന ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നു, അല്ലേ? ട്രയൽ ബാലൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരു പണി കൂടിയുണ്ട്. എന്താണ്? നമ്മൾ ലാഭനഷ്ട കണക്കും സാമ്പത്തിക സ്ഥിതിയും കാണേണ്ടതുണ്ട്, അല്ലേ? അതിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. ഓക്കെ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കണമെങ്കിൽ നമ്മൾ അതിനു മുമ്പ് എന്ത് തയ്യാറാക്കണം? ട്രയൽ ബാലൻസ് തയ്യാറാക്കണം. അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് തയ്യാറാക്കാൻ പറ്റുള്ളൂ? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ഒബ്ജക്റ്റീവ്, അതായത് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിലെ അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കാൻ സഹായിക്കുക എന്നതാണ് ട്രയൽ ബാലൻസിൻ്റെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ അടുത്ത ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഈ 3 പോയിൻ്റ് വളരെ നന്നായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് നിങ്ങളൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് 3 ഒബ്ജക്റ്റീവ്സ്? ഫസ്റ്റ് വൺ, ടു അസർട്ടൈൻ ദ അരിത്മെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. സെക്കൻഡ് വൺ, to help in locating errors, and the third one, to help in the preparation of a financial statements. Okay, fine. ഇനി നമ്മൾ ട്രയൽ ബാലൻസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പോൾ ട്രയൽ ബാലൻസ് 3 രൂപത്തിൽ തയ്യാറാക്കാം. ഓക്കെ, ഞാൻ 3 മെത്തേഡും വളരെ പെട്ടെന്നൊന്ന് പറയുകയാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ടോട്ടൽസ് മെത്തേഡാണ്. എന്താ ടോട്ടൽസ് മെത്തേഡ് എന്ന് പറയുന്നത്? ഈ രീതി പ്രകാരം നേരത്തെ ഞാൻ ഡെഫിനേഷൻ പറഞ്ഞു, ഒന്നുകിൽ ബാലൻസ് കാണിക്കുന്നു, അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൻ്റെയും ക്രെഡിറ്റ് സൈഡിൻ്റെയും ടോട്ടൽ കാണിക്കുന്നു എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ടോട്ടൽ മെത്തേഡിൽ എന്താ കാണിക്കുക? ഇറ്റ് ഷോസ് ടോട്ടൽ ഓഫ് ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഈസ് ഷോൺ ഇൻ ദ ട്രയൽ ബാലൻസ്. സോ അണ്ടർ ദിസ് മെത്തേഡ് ടോട്ടൽ ഓഫ് ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഈസ് ഷോൺ ഇൻ ദ ട്രയൽ ബാലൻസ്. അപ്പോൾ ഇങ്ങനെ ഡെബിറ്റ് സൈഡിൻ്റെയും ക്രെഡിറ്റ് സൈഡിൻ്റെയും ടോട്ടൽ കാണിച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന ട്രയൽ ബാലൻസ് ആണെന്ത്? ടോട്ടൽ മെത്തേഡ് പ്രകാരമുള്ള ട്രയൽ ബാലൻസ്. ഓക്കെ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ മെത്തേഡ് നോട്ട് വൈഡ്ലി യൂസ്ഡ്. ഈ മെത്തേഡ് ഉപയോഗിക്കാറുണ്ടോ? സാധാരണ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെത്തേഡ് എങ്ങനെയാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുക എന്നത് പഠിക്കുന്നില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് ബാലൻസസ് മെത്തേഡ്. അത് ഈസ് ദ വൈഡ്ലി യൂസ്ഡ് മെത്തേഡ്. എല്ലാവരും ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ബാലൻസസ് മെത്തേഡ്. അപ്പോൾ എന്താ ബാലൻസസ് മെത്തേഡ്? അണ്ടർ ദിസ് മെത്തേഡ് ബാലൻസസ് ഓഫ് ഈച്ച് ലെഡ്ജർ അക്കൗണ്ട് ഈസ് ഷോൺ ഇൻ ദ ട്രയൽ ബാലൻസ്.
ട്രയൽ ബാലൻസിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൻ്റെയും ക്രെഡിറ്റ് സൈഡിൻ്റെയും ടോട്ടലല്ല കാണിക്കുക, അതിന് പകരമായിട്ട് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലുള്ള വ്യത്യാസം, അതിനെയാണ് എന്ത് പറയാം, ബാലൻസസ്. അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം ട്രയൽ ബാലൻസിൽ നമ്മൾ ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസാണ് കാണിക്കുന്നത്. അങ്ങനെ ബാലൻസസ് കാണിച്ചുകൊണ്ട്, ലെഡ്ജർ അക്കൗണ്ടിലെ ബാലൻസസ് കാണിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന രീതിയെ നമ്മളെന്ത് പറയുന്നു, ബാലൻസസ് മെത്തേഡ് എന്ന് പറയുന്നു. ഓക്കെ, ഈ മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതും അതുപോലെ തന്നെ ഏറ്റവും വൈഡായിട്ട് പ്രാക്ടിക്കലായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന മെത്തേഡും എന്താണ്, ബാലൻസസ് മെത്തേഡ് പ്രകാരമുള്ള ട്രയൽ ബാലൻസാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്, വിച്ച് ഈസ് ടോട്ടൽസ് കം ബാലൻസസ് മെത്തേഡ്. അപ്പോൾ ഇതെന്തായിരിക്കും, ഇതിൽ ഡെബിറ്റും ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടലും കാണിക്കുന്നു, അതുപോലെ തന്നെ ബാലൻസസും കാണിക്കുന്നു. ഇത് രണ്ടും കാണിച്ചുകൊണ്ടുള്ള ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്ന രീതിയെ നമ്മൾ ടോട്ടൽസ് കം ബാലൻസസ് മെത്തേഡ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഏത് മെത്തേഡാണ് പഠിക്കുന്നത്, ബാലൻസസ് മെത്തേഡ് പ്രകാരം ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫൈൻ. നമുക്ക് ട്രയൽ ബാലൻസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് തുടക്കം മുതലുള്ള പ്രോസസ്സിലൂടെ ഒന്ന് വളരെ പെട്ടെന്ന് പോയിട്ട് നമുക്കതൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഫൈൻ. വളരെ അധികം ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ കുറച്ച് ട്രാൻസാക്ഷൻ കൊടുത്തിട്ടുണ്ട്. 6 ട്രാൻസാക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തിലെ മുഴുവൻ ട്രാൻസാക്ഷൻ ഇത്രയേ ഉള്ളൂ എന്ന് തൽക്കാലം നിങ്ങൾ കരുതാം. സാധാരണഗതിയിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് 1000-ഓളം അല്ലെങ്കിൽ അതിലധികം ട്രാൻസാക്ഷൻ ഉണ്ടാവും അല്ലേ. അത് മുഴുവൻ എഴുതിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ 6 ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഈ 6 ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ട്രയൽ ബാലൻസ് വരെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ ജേണലിൽ രേഖപ്പെടുത്തണം അല്ലേ. ഓക്കെ, ജേണൽ രേഖപ്പെടുത്തണമെങ്കിൽ ആദ്യം നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും റൂൾ പ്രകാരം തിരിച്ചറിയണം അല്ലേ. ആദ്യത്തെ നോക്കാം, കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ബിസിനസ് ക്യാഷ് വെച്ച് തുടങ്ങി അല്ലേ. അപ്പോൾ 2 അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷും ക്യാപിറ്റലും ആണ് അല്ലേ. ഓക്കെ, ക്യാഷ് കൂടുകയാണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ അതും കൂടുകയാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്ന ഐറ്റം കൂടുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലേ. സോ ക്യാഷ് ഡെബിറ്റ്, ക്യാപിറ്റൽ ക്രെഡിറ്റ്. ഓക്കെ, ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ജേണൽ തയ്യാറാക്കുക. അതൊന്നും മറന്നിട്ടില്ല എന്ന് ഞാൻ കരുതുകയാണ് അല്ലേ. ദെൻ ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡെപ്പോസിറ്റഡ് ₹50,000. ബാങ്ക് അക്കൗണ്ട് തുടങ്ങി അതിൽ 50,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളെ ബാങ്ക് ബാലൻസ് കൂടി ബാങ്കിന് ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് ബാലൻസ് കുറഞ്ഞു, അപ്പോൾ ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഫൈൻ. അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ അത് പർച്ചേസസ് അക്കൗണ്ട് ആണെന്ന് അറിയാം. പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. എല്ലാ എക്സ്പെൻസിനും ഡെബിറ്റ് ചെയ്യണം. പർച്ചേസിന് ഡെബിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ പർച്ചേസ് ചെയ്തപ്പോൾ നിങ്ങളെ ക്യാഷ് പോവുകയാണ് ചെയ്തിട്ടുള്ളത്, ക്യാഷ് കുറയുമ്പോൾ ക്രെഡിറ്റും ചെയ്യുന്നു. ഓക്കെ, ദെൻ പെയ്ഡ് റെൻറ്റ് എക്സ്പെൻസ് ആണ്. റെൻറ്റിനെ ഡെബിറ്റ് ചെയ്യുന്നു. ചെക്ക് മുഖാന്തരമാണ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ബാങ്കിലെ ക്യാഷാണ് പോയിട്ട് കുറഞ്ഞിട്ടുള്ളത്, സോ ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നീട് പർച്ചേസ്ഡ് ഫർണിച്ചർ മേടിക്കുന്നത് പർച്ചേസസ് അല്ല, ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റാണ്. അപ്പോൾ അസറ്റ് വർദ്ധിക്കുമ്പോൾ, ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് വർദ്ധിക്കുമ്പോൾ ഫർണിച്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് കൊടുത്താണ് ഫർണിച്ചർ മേടിച്ചിട്ടുള്ളത്, അപ്പോൾ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ വിഡ്രോൺ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ്. ഓഫീസ് ആവശ്യത്തിന് ക്യാഷ് കുറഞ്ഞപ്പോൾ ബാങ്കിൽ നിന്ന് ക്യാഷ് പിൻവലിച്ചു, അപ്പോൾ നിങ്ങളെ ക്യാഷ് കൂടുന്നു, ക്യാഷിന് ഡെബിറ്റ് ചെയ്യുന്നു. ബാങ്ക് കുറയുന്നു, ബാങ്കിന് ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജേണൽ എഴുതുന്ന സമയത്ത് പഠിച്ചതാണല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജേണൽ തയ്യാറാക്കുകയാണ് അല്ലേ. ഈ 6 ട്രാൻസാക്ഷനും നമ്മൾ ഇങ്ങനെ ജേണൽ എഴുതും. ആദ്യത്തേന് ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതെന്താ മനസ്സിലാക്കിയത്, ഈ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം അല്ലേ. ദെൻ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞെഴുതും. ദെൻ ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റ് ആണ് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് എഴുതും. പക്ഷേ എഴുതുമ്പോൾ നമ്മൾ മറ്റേ അക്കൗണ്ടിൻ്റെ പേര് എഴുതുക, ക്യാഷ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, അടുത്തത് ബാങ്ക് അക്കൗണ്ട്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ്റെ പോസ്റ്റിംഗ് ബാങ്ക് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നാണ്. ഓക്കെ, സോ ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ, ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ. ദെൻ പർച്ചേസ് അക്കൗണ്ട് അപ് ടു ക്യാഷ്, റെൻ്റ് അക്കൗണ്ട് അപ് ടു ബാങ്ക്, ഫർണിച്ചർ അക്കൗണ്ട് അപ് ടു ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് അപ് ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ 6 ട്രാൻസാക്ഷൻ്റെ ജേണൽ ഇതുപോലെ നിങ്ങൾ എഴുതിയില്ലേ. തൽക്കാലത്തേക്ക് ഞാൻ നരേഷൻ എഴുതിയിട്ടില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ ഓരോ ഭാഗവും എഴുതി വേണം പോകാൻ. ജേണൽ എഴുതിയതിന് ശേഷം മാത്രം ഇനി ലെഡ്ജറിലേക്ക് എങ്ങനെയായിരിക്കും, ലെഡ്ജർ എങ്ങനെയാണ് വരിക എന്നുള്ളത് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ഓരോ ഐറ്റവും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത് നോക്കുക. പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി ലെഡ്ജർ എങ്ങനെയാണ് വരികയാണെന്നുള്ളത് നമുക്ക് കാണിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ക്യാഷ് അക്കൗണ്ടിൽ ഇത്രയും ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവുക അല്ലേ.
ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്ത 2 സാഹചര്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഒന്നും പിന്നെ ക്യാഷ് വിഡ്രോ ചെയ്ത സമയത്ത് 10,000 അല്ലേ. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് കുറയുന്നത് നോക്കൂ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ 50,000 പർച്ചേസസ്, അതുപോലെ ഫർണിച്ചർ. ഓക്കെ ഫൈൻ. അപ്പോൾ ഇങ്ങനെ ഡെബിറ്റ് സൈഡിൽ ഇത്രയും എൻട്രീസ് വന്നു, ക്രെഡിറ്റ് സൈഡിൽ ഇത്രയും എൻട്രീസ് വന്നു അല്ലേ. ഓക്കെ, എന്നിട്ട് നമ്മളത് ബാലൻസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്രയാണ് ബാലൻസ് വരുന്നത്? 27,000 രൂപ. ഓക്കെ, അപ്പോൾ 1,10,000 രൂപ ക്യാഷ് ഇങ്ങോട്ട് വന്നു. ഇത്രയും ക്യാഷ് നമ്മൾ ചിലവാക്കി, ക്യാഷ് കയ്യിൽ നിന്ന് പോയി. ബാക്കി ബാലൻസ് ആയിട്ട് എത്രയുണ്ട്? 27,000 രൂപ അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കൂ, ക്യാപിറ്റൽ അക്കൗണ്ട് ഒറ്റ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ, 1,00,000 രൂപ. അപ്പോൾ 1,00,000 തന്നെ ബാലൻസ് ആയിട്ട് വരുന്നു. ഓക്കെ, ബാങ്ക് അക്കൗണ്ടിൽ 50,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, പിന്നെ റെൻറ്റ് കൊടുത്തു, പിന്നെ 10,000 രൂപ വിഡ്രോ ചെയ്തു. ഇപ്പോൾ ബാക്കി എത്രയുണ്ട്? 28,000 രൂപ ബാലൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാഷ് അക്കൗണ്ടിലെ ബാലൻസ് എത്രയാണ്? 27,000. ക്യാപിറ്റൽ അക്കൗണ്ടിൽ 1,00,000 തന്നെയുണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ എത്രയുണ്ട്? 28,000. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെന്ത് ബാലൻസാണ്? ബാലൻസ് 2 രൂപത്തിലുണ്ട്. ഡെബിറ്റ് ബാലൻസും ആവാം, ക്രെഡിറ്റ് ബാലൻസും ആവാം. എപ്പോഴാണ് ഡെബിറ്റ് ബാലൻസ് വരിക? നിങ്ങൾ ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമാകുമ്പോൾ നിങ്ങളുടെ ബാലൻസ് ഡെബിറ്റ് സൈഡാണ്. ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് അല്ലേ. ഇവിടെ നോക്കൂ, ക്യാഷ് അക്കൗണ്ടിൽ 1,10,000 ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ ബാലൻസ് നമ്മൾ എഴുതിയിട്ടുള്ളത് ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ പോലും ഇതെന്ത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസാണ്. ക്യാരി ഡൗൺ എഴുതിയത് ക്രെഡിറ്റ് കോളത്തിലാവുമ്പോൾ അതെന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കൂ, അത് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡിൽ ഒന്നുമില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ. നമ്മൾ എഴുതിയിട്ടുള്ളത് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ പോലും അത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ. ഓക്കെ, ഇനി നോക്കൂ, ബാങ്ക് അക്കൗണ്ട് നോക്കൂ, ബാങ്ക് അക്കൗണ്ടിൽ കൂടുതൽ എമൗണ്ട് എവിടെയാണുള്ളത്? ഡെബിറ്റ് സൈഡിലാണ് അല്ലേ. ഓക്കെ, ഇവിടെ 12,000 10,000 എന്ന് പറയുമ്പോൾ 22,000 ഉള്ളൂ. ഇവിടെ എത്രയുണ്ട്? 50,000 അല്ലേ. അപ്പോൾ ബാലൻസ് 28,000 രൂപയാണ്. ഈ ചുവന്ന ഫിഗറിൽ എഴുതിയിട്ടുള്ളത് ബാലൻസ് ആണ്, ട്രാൻസാക്ഷൻ അല്ല അല്ലേ. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ബാലൻസ് ക്യാരി ഡൗൺ ക്രെഡിറ്റ് സൈഡിൽ എഴുതുമ്പോൾ മനസ്സിലാക്കുക, അപ്പോൾ അതെന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, ഇനി ബാക്കിയുള്ള അക്കൗണ്ടുകൾ കൂടി നോക്കുക. പർച്ചേസ് അക്കൗണ്ട് അതെന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ 6 അക്കൗണ്ടുകളാണ് ഉള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ്, ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ്, ദെൻ ബാക്കിയുള്ള എല്ലാ അക്കൗണ്ടും ഡെബിറ്റ് ബാലൻസ് അല്ലേ. സോ ക്യാപിറ്റൽ അക്കൗണ്ട് ഒഴികെ ബാക്കി എല്ലാ അക്കൗണ്ടുകളും എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 കോളം വരയ്ക്കുകയാണ്. ഒന്ന് ഡെബിറ്റ് ബാലൻസ് എഴുതാനും ഒന്ന് ക്രെഡിറ്റ് ബാലൻസ് എഴുതാനും. ഡെബിറ്റ് ബാലൻസുകളെല്ലാം നമ്മൾ ഒരു കോളത്തിൽ എഴുതുന്നു, ക്രെഡിറ്റ് ബാലൻസുകളെല്ലാം വേറൊരു കോളത്തിലും എഴുതുന്നു. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് ഡെബിറ്റ് ബാലൻസുകൾ ടോട്ടൽ ചെയ്താൽ അത് ക്രെഡിറ്റ് ബാലൻസിന് തുല്യമായിരിക്കണം. എന്താ ഞാൻ പറഞ്ഞത്? ഡെബിറ്റ് ബാലൻസ് ഉള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഒരു കോളത്തിൽ എഴുതുന്നു, ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റംസ് എല്ലാം വേറൊരു കോളത്തിൽ എഴുതുന്നു. എന്നിട്ട് ഡെബിറ്റ് ബാലൻസ് ഉള്ള ഐറ്റംസ് എല്ലാം ടോട്ടൽ ചെയ്താൽ ദെൻ അത് ക്രെഡിറ്റ് ബാലൻസിൻ്റെ ടോട്ടലിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കാം ഇതിൽ ഏതൊക്കെ ഡെബിറ്റ് ബാലൻസ് വരുന്നത്? ക്യാഷ് ഡെബിറ്റ് ബാലൻസ്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്, പർച്ചേസസ് ഡെബിറ്റ് ബാലൻസ്, റെൻറ്റ് ഡെബിറ്റ് ബാലൻസ്, ഫർണിച്ചർ ഡെബിറ്റ് ബാലൻസ്. ഓക്കെ, ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് എന്ത് മാത്രമേ ഉള്ളൂ? ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. നോക്കൂ, ക്യാഷ് ഡെബിറ്റ് ബാലൻസ് ആണ്. ഞാനിങ്ങനെ കോളം വരച്ചു. ആദ്യം ഒരു പർട്ടിക്കുലേഴ്സ് എഴുതാൻ, അല്ലെങ്കിൽ അക്കൗണ്ട് നെയിം എഴുതാൻ, പിന്നെ ഡെബിറ്റ് എമൗണ്ട് കോളം, ക്രെഡിറ്റ് എമൗണ്ട് കോളം. ഓക്കെ, ആദ്യം ക്യാഷ്, അത് ഡെബിറ്റ് ബാലൻസ് ആണ്, അപ്പോൾ ഡെബിറ്റ് കോളത്തിൽ കാണിച്ചു. ക്യാപിറ്റൽ അത് മാത്രമാണ് ക്രെഡിറ്റ് ഉള്ളത്, അത് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലും കാണിച്ചു. ബാങ്കിൻ്റെ ബാലൻസ് അത് ഡെബിറ്റാണ്, അപ്പോൾ ഡെബിറ്റ് കോളത്തിൽ കാണിച്ചു. പർച്ചേസസ് ഡെബിറ്റ് എമൗണ്ടാണ്, റെൻറ്റ് ഡെബിറ്റ് എമൗണ്ടാണ്, ഫർണിച്ചർ ഡെബിറ്റ് എമൗണ്ടാണ്. ദെൻ ഇതെല്ലാം അതാത് കോളത്തിൽ കാണിച്ച് 2 സൈഡും ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1,00,000 കിട്ടിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ദർ ഈസ് അരിത്മെറ്റിക്കൽ ആക്യുറസി. ഓക്കെ ഫൈൻ. അപ്പോൾ ഇങ്ങനെ ഈ ട്രയൽ ബാലൻസ് ടാലി ആയില്ലെങ്കിൽ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എവിടെയോ എന്തൊക്കെയോ തെറ്റുണ്ട്. അപ്പോൾ ആ തെറ്റ് നമ്മൾ കണ്ടെത്താനായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും അല്ലേ. അതുകൊണ്ടാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ് എന്നുകൂടി പറയുന്നത്. ഓക്കെ, പിന്നീട് ഈ ട്രയൽ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ്, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുക എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ബാലൻസസ് മെത്തേഡ് പ്രകാരം നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുക. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ എല്ലാ ലെഡ്ജർ അക്കൗണ്ടും എടുക്കുന്നു, അതിലെ ബാലൻസുകൾ എടുക്കുന്നു, അതിൽ ഡെബിറ്റ് ബാലൻസ് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതുന്നു,
ക്രെഡിറ്റ് ബാലൻസ് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലും എഴുതുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ ഒരു ട്രയൽ ബാലൻസ് തയ്യാറാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ജേണൽ തയ്യാറാക്കണം, പിന്നെ ലെഡ്ജർ തയ്യാറാക്കണം, അതിനുശേഷം ട്രയൽ ബാലൻസ് തയ്യാറാക്കണം അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മുഴുവൻ ചെയ്യാനായിട്ടൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അല്ലേ. ജേണൽ തയ്യാറാക്കി, പിന്നെ ലെഡ്ജർ തയ്യാറാക്കി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. പക്ഷേ ഈ പ്രോസസ്സ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രയൽ ബാലൻസ് ഉണ്ടാക്കാനുള്ള ചോദ്യം ഉണ്ടാവുക? അവിടെ നിങ്ങൾക്ക് കുറേ ബാലൻസസ്, ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസസ് തരും. ബാലൻസ് മാത്രമേ തരുള്ളൂ, അത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്ന് തന്നിട്ടുണ്ടാവില്ല. എന്താ പറഞ്ഞത്? അക്കൗണ്ടുകളുടെ ബാലൻസ് നിങ്ങൾ തന്നിട്ടുണ്ടാവും. ക്യാഷ് 25,000, ക്യാപിറ്റൽ 1,00,000, ബാങ്ക് 28,000, പർച്ചേസ് 25,000 എന്ന് പറഞ്ഞ് ബാലൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്ന് തന്നിട്ടുണ്ടാവില്ല. ഓക്കെ, ഫൈൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് തയ്യാറാക്കണം. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്ന് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് അക്കൗണ്ടിങ് റൂൾസ് പഠിച്ച ആ ഭാഗത്തേക്കൊന്ന് പോവുകയാണ്. മുമ്പ് നിങ്ങൾക്ക് റൂൾസ് പറഞ്ഞു തന്ന ആ ഒരു സ്ക്രീനാണ്. അപ്പോൾ അക്കൗണ്ടിങ് റൂൾസ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു അക്കൗണ്ട്സിനെ 5 വിഭാഗമായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ വിഭാഗം അസറ്റാണ്, പിന്നെ ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസസ്, ലോസസ്, അതുപോലെ റവന്യൂ അല്ലെങ്കിൽ ഗെയിൻ അല്ലെങ്കിൽ ഇൻകം ഓർ ഗെയിൻ. ഇത്രയും 5 വിഭാഗമായിട്ട് ഓരോ അക്കൗണ്ടിനെയും തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് അസറ്റുകൾ എന്ന് റിമൈൻഡ് ചെയ്യാണ്. ക്യാഷ്, ഇത് മാത്രമല്ല പ്രധാനപ്പെട്ടത് അല്ലേ. ക്യാഷ്, ബാങ്ക് ബാലൻസ്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് തരാനുള്ള ആൾക്കാർ, ഫർണിച്ചർ, മെഷീനറി, സ്റ്റോക്ക് തുടങ്ങിയ അല്ലേ, ബിൽസ്, റിസീവബിൾ, അങ്ങനെ കുറേ അസറ്റ്സുകളുണ്ട് അല്ലേ. ഓക്കെ, ലയബിലിറ്റീസ് ഏതൊക്കെയുണ്ട്? ബാധ്യതകൾ എന്ന് പറയുന്നത് സാധാരണ ക്രെഡിറ്റേഴ്സ് ഏറ്റവും കൂടുതൽ, ബാങ്ക് ലോണ് അല്ലേ, അതുപോലെ തന്നെ ബിൽസ് പേയബിൾ എക്സെട്ര. ലയബിലിറ്റീസ് സാധാരണ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറവാണ് അല്ലേ. ഓക്കെ, പിന്നീട് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഐറ്റം ഇപ്പോൾ സാധാരണയുള്ളൂ. പിന്നെ എക്സ്പെൻസുകൾ, ഒരുപാട് തരത്തിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവും അല്ലേ. സാലറി, റെൻറ്റ്, വേജസ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി ചാർജസ് എക്സെട്ര അല്ലേ. അതുപോലെ തന്നെ സ്റ്റേഷനറി, കാരേജ് ഇൻവേർഡ്, കാരേജ് ഔട്ട്വേർഡ്, ടെലിഫോൺ ചാർജസ്, ഇലക്ട്രിസിറ്റി ചാർജസ്, അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ടാവും അല്ലേ, ചിലവുകൾ. ഓക്കെ, അപ്പോൾ ചിലവുകളുടെ അക്കൗണ്ടുകളുണ്ടാവും. അക്കൗണ്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലവ് ഏതാണ്? അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഏതായിരുന്നു? പർച്ചേസസ് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ റവന്യൂ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്. അപ്പോൾ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഏത് ഐറ്റം വരുമ്പോൾ അത് നിങ്ങൾക്ക് എന്തായി കണക്കാക്കാം? റവന്യൂ ആയിട്ട് കണക്കാക്കാം അല്ലേ. റെൻറ്റ്, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഇതൊക്കെ റിസീവ്ഡ് ആകുമ്പോൾ അതെന്താണ്? റവന്യൂ ആണ് അല്ലെങ്കിൽ ഇൻകം ആണ് അല്ലേ. ഓക്കെ, ഇനി എക്സ്പെൻസിലും ഇൻകത്തിലെയും പ്രധാനപ്പെട്ട 2 ഐറ്റം അതൊരിക്കലും മറക്കരുത്. എക്സ്പെൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെൻസ് എന്ന് പറയുന്നത് പർച്ചേസസ് ആണ്. റവന്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് സെയിൽസ് ആണ് അല്ലേ. ഇതൊക്കെ വിശദമായിട്ട് മുമ്പത്തെ നിങ്ങളുടെ ക്ലാസ്സുകളിൽ കാണാം. ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങളെ ക്ലാസ്സിലേക്ക് വിളിച്ചു വരുത്തി അവിടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല. അതുമാത്രമല്ല, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്ന് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കരുതുന്നത് അല്ലേ. ഓക്കെ, പിന്നീട് അക്കൗണ്ടിങ് റൂൾസ് പറഞ്ഞപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റൂള് പറഞ്ഞത് അല്ലേ. എങ്ങനെയാണ് റൂള് പറഞ്ഞത്? അസറ്റ്സിനും എക്സ്പെൻസസ് ആൻഡ് ലോസസ്. ഏറ്റവും കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടാവുക ഈ 2 കാറ്റഗറിയിലാണ്. ഒന്ന് അസറ്റുകൾ, ക്യാഷ്, ബാങ്ക്, ഡെപ്റ്റേഴ്സ് പോലെയുള്ള അസറ്റുകൾ. പിന്നെ എക്സ്പെൻസുകൾ അല്ലേ, പല വിധത്തിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവും. ഇതിന് 2നും ഒരേ റൂളാണ് അല്ലേ. എന്താണ് അക്കൗണ്ടിങ് റൂള്? ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, ബാക്കി 3 ഐറ്റംസ് ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, റവന്യൂ, അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. സോ ഈ 2 ഐറ്റം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ആണെങ്കിൽ ഈ 3 ഐറ്റം, അതായത് ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, റവന്യൂ, അത് 3 ഐറ്റവും ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലേ. ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക അല്ലേ. ശരിയല്ലേ? ഓക്കെ, ഇനി വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കേണ്ട കാര്യമാണ്. അസറ്റ്സ്, എക്സ്പെൻസ് ഓർ ലോസസ്. നേരത്തെ പറഞ്ഞ ക്യാഷ്, ബാങ്ക് പോലെയുള്ള അസറ്റുകൾ, സാലറി, റെൻറ്റ് പോലെയുള്ള എക്സ്പെൻസുകൾ, ഇത് എപ്പോഴും എന്ത് ബാലൻസേ കാണിക്കുകയുള്ളൂ? ഡെബിറ്റ് ബാലൻസേ കാണിക്കുകയുള്ളൂ. എന്താ പറഞ്ഞത്? അസറ്റ്സ്, എക്സ്പെൻസസ്, ലോസസ്
അല്ലേ? അസറ്റ്സ് ആൻഡ് എക്സ്പെൻസസ് 2 കാറ്റഗറി. ഈ കാറ്റഗറിയിൽ വരുന്ന എല്ലാ അക്കൗണ്ടുകളും എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ. പിന്നെ ബാക്കിയുള്ള 3 ക്യാപിറ്റൽ, ലയബിലിറ്റീസ്, ഇൻകം. ഇതെല്ലാം എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കും. അപ്പോൾ ആ ഒരു അക്കൗണ്ട് കണ്ടാൽ അത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് അത് ഡെബിറ്റും ക്രെഡിറ്റും വളരെ എളുപ്പത്തിൽ തിരിച്ച് അറിയാൻ പറ്റില്ലേ? പറ്റുമല്ലേ? അപ്പോൾ അത്തരത്തിലുള്ളൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കാം. ഓക്കെ. ഇവിടെ കുറച്ച് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ ബാലൻസസ്. ഇവിടെ കുറച്ച് ലെഡ്ജർ ബാലൻസ് തന്നിട്ടുണ്ട്. എമൗണ്ട് മാത്രമേ തന്നിട്ടുള്ളൂ. ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് തന്നിട്ടില്ല അല്ലേ? പക്ഷേ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്കിത് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്ന് മനസ്സിലാക്കണം അല്ലേ? അതിലുള്ള ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തന്നു. എന്താണ്? അസറ്റ്സും എക്സ്പെൻസും ആണെങ്കിൽ അത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇൻകം, ക്യാപിറ്റൽ, ലയബിലിറ്റീസ് ഇത് 3 ആണെങ്കിൽ എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റമായിട്ടൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. ക്യാപിറ്റൽ അല്ലേ? ക്യാപിറ്റൽ എന്ന് പറയുന്ന ഐറ്റം എപ്പോഴും എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ക്യാപിറ്റൽ, ലയബിലിറ്റി, ഇൻകം അത് 3 എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ 1 ലക്ഷം എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ക്രെഡിറ്റ് കോളത്തിൽ എഴുതാണ്ട് അല്ലേ? പർച്ചേസസ് എക്സ്പെൻസ് ആണ്. അപ്പോൾ എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ്. സെയിൽസ് ഇൻകം ആണ് അല്ലേ? റവന്യൂ ആണ്. റവന്യൂ ഏതായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ശരിയല്ലേ? സാലറി എക്സ്പെൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ്. റെൻറ്റ് എക്സ്പെൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ്. സ്റ്റേഷനറി എക്സ്പെൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ്. ഡെപ്റ്റേഴ്സ് അസറ്റാണ്. അസറ്റ് എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും അല്ലേ? ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്. അപ്പോൾ എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ലയബിലിറ്റി, ക്യാപിറ്റലും ഇൻകവും അതാണെന്ത്? ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? ദെൻ ശ്രദ്ധിക്കുക, സെയിൽസ് റിട്ടേൺസ്. സെയിൽസ് റിട്ടേൺസും ഉണ്ടാവും, അതുപോലെ തന്നെ പർച്ചേസസ് റിട്ടേൺസും ഉണ്ടാവും അല്ലേ? ഇതിൻ്റെ മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്താണ്? പർച്ചേസസിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പർച്ചേസസ് റിട്ടേൺ, സെയിൽസിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സെയിൽസ് റിട്ടേൺസ്. ഓക്കെ. അപ്പോൾ ഇവിടെ പർച്ചേസസ് ഡെബിറ്റ് ആകുമ്പോൾ പർച്ചേസസ് റിട്ടേൺസ് എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. സെയിൽസ് ക്രെഡിറ്റ് ആകുമ്പോൾ സെയിൽസ് റിട്ടേൺ എന്തായിരിക്കും? ഡെബിറ്റും ആയിരിക്കും. ഓക്കെ. അപ്പോൾ സെയിൽസ് റിട്ടേണും പർച്ചേസ് റിട്ടേണും നിങ്ങൾ പഠിക്കേണ്ടത് സെയിൽസും പർച്ചേസസിൻ്റെയും നോക്കിയിട്ടാണ് അല്ലേ? നിങ്ങൾക്കറിയാം പർച്ചേസസ് എപ്പോഴും എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ പർച്ചേസസ് റിട്ടേൺസ് എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. സെയിൽസ് എപ്പോഴും ക്രെഡിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസും ആയിരിക്കും. ഈ രീതിയിൽ വേണം ഈ 2 ഐറ്റവും പഠിക്കാൻ. ഇതും നിങ്ങളെ നോട്ടിൽ കുറിച്ച് വെക്കുക. ഇതെല്ലാം നിങ്ങളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ. പിന്നീട് സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റാണ് അല്ലേ? അസറ്റ് എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാം ഗുഡ്സ് എന്ന് പറയുന്ന സാധനത്തെ നിങ്ങൾ വാങ്ങുമ്പോൾ പർച്ചേസ് എന്ന് പറയുന്നു, അതിനെ വിൽക്കുമ്പോൾ സെയിൽസ് എന്ന് പറയുന്നു. അപ്പോൾ പർച്ചേസ് എക്സ്പെൻസും സെയിൽസ് ഇൻകമാണ് അല്ലേ? ഇനി വാങ്ങിയ സാധനം വിൽക്കാതെ ബാക്കി കിടക്കുമ്പോൾ അത് സ്റ്റോക്കാണ്, അതെന്താണ്? അസറ്റുമാണ്. ഓക്കെ ഫൈൻ. ഈ കാര്യങ്ങൾ മറക്കരുത്. സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. പിന്നീട് ക്യാഷ് ബാലൻസ് ആണ്. ക്യാഷ് പ്രധാനപ്പെട്ട അസറ്റാണ്. അതുപോലെ തന്നെ ബാങ്ക് ബാലൻസും അസറ്റാണ്. ഓക്കെ. അപ്പോൾ അസറ്റുകളായിട്ടുള്ള ഇത് 3 എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് ഏതെല്ലാം കാറ്റഗറിയിൽ പെടുന്നതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ച് അറിയാനും അത് എഴുതാനും പറ്റും അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്ന് എഴുതി നോക്കാം. ഓക്കെ. ആദ്യത്തെ നമ്മൾ കോളംസ് എല്ലാം വരക്കുന്നു. ഓക്കെ. അപ്പോൾ ട്രയൽ ബാലൻസിന് നമുക്ക് വേണ്ട കോളങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഹെഡിങ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഹെഡിങ് കൊടുക്കുക. നമുക്കൊരു അക്കൗണ്ട് നെയിം, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് കോളം അല്ലേ? ഓക്കെ. എന്നിട്ട് നിങ്ങൾ ഓരോ ഐറ്റം അവിടെ എഴുതുന്നു. ആദ്യം ക്യാപിറ്റൽ നിങ്ങൾ അറിയാം ക്യാപിറ്റൽ എപ്പോഴും ക്രെഡിറ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് ക്രെഡിറ്റ് കോളത്തിൽ കാണിക്കുന്നു. പിന്നെ പർച്ചേസ് ആണ്, അത് എക്സ്പെൻസ് ആണ്, അപ്പോൾ ഡെബിറ്റ് എമൗണ്ട് ആണ്, ഡെബിറ്റ് കോളത്തിൽ കാണിക്കുന്നു. സെയിൽസ് ഇൻകം ആണ്, അപ്പോൾ അത് ക്രെഡിറ്റ് എമൗണ്ട് കാണിക്കുന്നു. സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് ഡെബിറ്റ് കോളത്തിൽ കാണിക്കുന്നു. റെൻറ്റ് എക്സ്പെൻസ് ആണ്, അപ്പോൾ ഡെബിറ്റ് കോളത്തിൽ കാണിക്കുന്നു. സ്റ്റേഷനറി എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് കോളത്തിൽ കാണിക്കുന്നു. ഡെപ്റ്റേഴ്സ് അസറ്റാണ്, ഡെബിറ്റ് കോളത്തിൽ കാണിക്കുന്നു. ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്, അപ്പോൾ ക്രെഡിറ്റ് കോളത്തിൽ കാണിക്കുന്നു. സെയിൽസ് റിട്ടേൺ സെയിൽ ക്രെഡിറ്റ് ആണ്, അപ്പോൾ സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് സൈഡ് കാണിക്കുന്നു. ദെൻ പർച്ചേസ് ഡെബിറ്റ് ആണ്, അപ്പോൾ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് കോളത്തിൽ കാണിക്കുന്നു. സ്റ്റോക്ക് അസറ്റാണ്, ഡെബിറ്റ് സൈഡിൽ. ക്യാഷ് അസറ്റ്സ് ആണ്, അപ്പോൾ ഡെബിറ്റ് കോളത്തിൽ. ബാങ്ക് അസറ്റാണ്, അപ്പോഴും അതും ഡെബിറ്റ് കോളത്തിൽ. ഓക്കെ. ഇവിടെ ഡെബിറ്റ് എമൗണ്ട് കോളം എന്നും ക്രെഡിറ്റ് എമൗണ്ട് കോളം എന്നും എഴുതണം. അത് ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്, അത് മറക്കരുത്. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ഡെബിറ്റ് ഐറ്റംസ് എല്ലാം ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് ഐറ്റം എല്ലാം ക്രെഡിറ്റ് കോളത്തിൽ എഴുതി. ഇനി നിങ്ങൾക്ക് ടോട്ടൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെബിറ്റ് കോളത്തിൽ 4 ലക്ഷവും ക്രെഡിറ്റ് കോളത്തിൽ 4 ലക്ഷവും കാണാം.
ഓക്കെ, ഇത്തരത്തിലുള്ള ചോദ്യമാണ് സാധാരണ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് തയ്യാറാക്കാനായിട്ട് ചോദിക്കാറ്. അല്ലാതെ മുഴുവൻ പ്രോസസ്സും ചെയ്യാനുള്ള ചോദ്യം ചോദിക്കുക അസാധ്യമാണ്, അതൊരുപാട് സമയമെടുക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഒരുപാട് പരിശീലിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ മീറ്റിംഗ് നമ്മൾ സാധാരണ പോലെ നാളെ നടത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് തയ്യാറാക്കാൻ നിങ്ങൾ എന്താ അറിയേണ്ടത്? ഇത് ഓരോ ഐറ്റവും ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നറിയണം അല്ലേ. അസറ്റാണോ, എക്സ്പെൻസ് ആണോ, അതല്ല ക്യാപിറ്റലാണോ, ലയബിലിറ്റി ആണോ, അതുപോലെ തന്നെ ഇൻകം ആണോ എന്നറിയണം അല്ലേ. അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് സൈഡിൽ എഴുതാം. ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം അതെല്ലാം എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡിലും എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെയും കാണാം ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഉണ്ടാവില്ല സാധാരണഗതിയിൽ ഏത് സൈഡിലാണ്, ഡെബിറ്റ് സൈഡിലാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കാം. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം ടു സേ ഗുഡ് ബൈ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.